ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ജോബിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാനായിട്ടാണ്. ഇനി വരാൻ പോകുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങാൻ പോകുന്ന ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ SSCയും RRBയും പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വിളിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പം ബാങ്കിൻ്റെ എക്സാംസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഒരുപാട് വേക്കൻസിയോടെ വിളിക്കുന്ന ഒരു ജോബ് തന്നെയാണ്. അത്രയും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത്രയും എക്സാംസ് അത്രയും ടാസ്ക് ആണല്ലേ, എക്സാം എഴുതി തീർക്കാൻ ഭയങ്കര പാടാണ് ബാങ്കിൻ്റെ സെക്ടറിൽ നമ്മുടെ SSC RRB കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ആ ഒരു രീതിക്കൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യും, വളരെ നല്ലപോലെ ഉപയോഗപ്രദമാകാൻ വേണ്ടിയാണ് ഇപ്പോഴേ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ജൂൺ ജൂലൈ സമയങ്ങളിലേ വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ ബാങ്കിങ് സെക്ടർ നോക്കുന്നവരായാലും ബാങ്കിങ് സെക്ടറിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ IBPS, അതായത് ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ തന്നെ ഒരു സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസ് നടത്തുന്ന ഒരു ഫീൽഡാണ്. അതായത് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് IBPS എന്ന് പറയുന്നത്. SSC RRB പോലെയുള്ള ഒരു ഏജൻസിയാണ്, റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് IBPS എന്ന് പറഞ്ഞാൽ. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ ബാങ്കിങ് സെക്ടറിൽ വേണ്ടതായിട്ടുള്ള ക്ലറിക്കൽ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ബാക്കി പോസ്റ്റുകളുണ്ടല്ലോ, അസിസ്റ്റന്റ് മാനേജർ പോലുള്ള പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ വിളിക്കാൻ പോകുന്നുണ്ട്. ജൂൺ ജൂലൈയിൽ ഒഫീഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നമ്മുടെ ടെൻറ്റേറ്റീവ് കാലണ്ടർ അനുസരിച്ചാണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. ടെൻറ്റേറ്റീവ് കാലണ്ടറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്തായാലും റിലീസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും ലാഗ് അടിക്കുന്നുണ്ട്. ഒരുപാട് എക്സാം വരാൻ ലാഗ് ആവുന്നതിൻ്റെ മെയിൻ കാരണം ഈ ഒരു ഇലക്ഷൻ്റെ ഈ ടൈം ഷെഡ്യൂളിങ് ഇതിൻ്റെ ഇടയിൽ വന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ വർക്ക് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും ഈ ഒരു വർഷം തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞ എല്ലാ എക്സാംസും അവർ നടത്തും. അപ്പം നിങ്ങളുടെ കഴിവ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റാക്കി വെക്കുക. നിങ്ങൾക്ക് ടൈം കിട്ടുകയാണ്, അത്രത്തോളം നിങ്ങൾക്ക് ടൈം കിട്ടുകയാണ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സെറ്റാക്കി നിർത്തിക്കുക. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ IBPSൻ്റെ എക്സാമാണ് ഇനി വരാൻ പോകുന്ന. RRB നോട്ടിഫിക്കേഷൻ ഉടനെ വരും. അപ്പോൾ അതിൽ തന്നെ RRB ക്ലർക്ക് അറിയേണ്ടതല്ല, RRBയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ആ ഒരു റീജിയണൽ ബാങ്ക്സിലൊക്കെ കിട്ടുന്നത്, ബാങ്കിങ് സെക്ടറിൽ എങ്ങനെ ജോലി അവസരം നേടാം, അപ്പോൾ അതിനെക്കുറിച്ചാണ്, ബാങ്കിങ് സെക്ടറിലെ തൊഴിലവസരത്തിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും അതിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ കണ്ടോ, നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ഉടനെ തന്നെ വരും കേട്ടോ. നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് എന്തിനു വേണ്ടിയുള്ളതാണ്, ഓഫീസർ റാങ്കിലുള്ള, ഓഫീസർ സ്കെയിലിലുള്ള, അതായത് പേ സ്കെയിൽ 1, 2, 3 എന്ന് തിരച്ചിട്ടുള്ള പേ സ്കെയിൽ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ ഇനിയിപ്പോൾ വരും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കാലണ്ടറിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വാക്കൻസി ആയിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം 2023 IBPS വിളിച്ചത് ഏകദേശം ഒരു 9,000-ൽ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വാക്കൻസീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത്തവണ എന്ത് ചെയ്യുന്നു, ഉറപ്പായും അവരെന്ത് ചെയ്യും, എന്തായാലും 5,000-ൽ മേലെ ഉറപ്പായിട്ടും എന്തായാലും എന്തുണ്ട്, നമ്മുടെ വാക്കൻസീസ് വിളിക്കും. അപ്പോൾ ഇത് ബാങ്കിങ് സെക്ടറൊക്കെ പഠിച്ചോ, ബാങ്കിങ് പഠിക്കുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ വലിയ യൂസ് തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ച് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, നല്ലപോലെ സ്കെയിലപ്പ് ആക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. അപ്പം സ്കെയിൽ 1, 2, 3യുടെ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ജോബ് ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നത്. ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റാണ്. മാത്രമല്ല PO പ്രൊബേഷണർ ഓഫീസർ എന്ന് പറയും, പ്രൊബേഷണറി ഓഫീസറായിട്ട് നിങ്ങളെ നിയമിക്കുക. അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ആയിട്ടുള്ള പ്രൊബേഷണൽ ഓഫീസറായിട്ട്, അതുപോലെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് SO എന്ന് പറഞ്ഞാൽ എന്താ, സ്പെഷ്യലൈസ്ഡ് ഓഫീസേഴ്സ്. അതായത് ഈ ബാങ്കിങ് സെക്ടറിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ഓഫീസേഴ്സ് ഉണ്ട്. നമ്മുടെ ലോ ഓഫീസർ, അവിടുത്തെ ലോയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാതിരിക്കുന്ന ലോ ഓഫീസർ ഉണ്ട്. ഒരു കമ്പ്യൂട്ടർ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ IT ഓഫീസർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ റൂറൽ ബാങ്ക്സിലൊക്കെ ഈ കാർഷികമായിട്ട് റിലേറ്റ് ചെയ്ത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു അഗ്രികൾച്ചറൽ ഓഫീസർ കാണും, ഗ്രാമീൺ ബാങ്കൊക്കെ പോലെയുള്ള ബാങ്കുകളിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഇപ്പോൾ വിളിക്കാൻ പോകുന്ന എക്സാമിനേഷനിൽ വരുന്നത്. നമ്മുടെ പോസ്റ്റുകൾ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ.
പോസ്റ്റുകൾ നോക്കിയേ. ഓഫീസ് അസിസ്റ്റന്റ് റാങ്ക്, ഓഫീസർ പോസ്റ്റ് എത്രയാണ്? പേ സ്കെയിൽ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സാമിനേഷനും അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഈ പേ സ്കെയിൽ അനുസരിച്ച് നിങ്ങളുടെ എക്സാമിന്റെ ആ ഒരു ലെവലപ്പ് എന്ത് ചെയ്യും? കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും. അതാണ് പറയുന്നത് കേട്ടോ. ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് വിളിക്കാൻ പോകുന്നുണ്ട്. PO പോസ്റ്റ്, പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റ്, ക്ലറിക്കൽ പോസ്റ്റ്, അതുപോലെ SO എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ഓഫീസറാണ് കേട്ടോ. സ്പെഷ്യലൈസ്ഡ് ഓഫീസർ ഞാൻ പറഞ്ഞില്ലേ, ലോ ഓഫീസർ, അതുപോലെ അഗ്രികൾച്ചറൽ ഓഫീസർ, IT ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയായിട്ട്. അപ്പോൾ അതാണ് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഓഫീസർ. പിന്നെ RRBയുടെ കീഴിൽ വരുന്ന പോസ്റ്റുകൾ. RRB എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ RRB എന്ന് പറഞ്ഞാൽ അതേ നോക്കിയേ, റീജിയണൽ റൂറൽ ബാങ്ക്സ്. നമ്മുടെ റീജിയണലിൽ കാണുന്ന റൂറൽ ബാങ്ക്സിനെയാണ്. നമ്മുടെ സെൻട്രലിൽ കാണുന്നതല്ല, റീജിയണൽ സൈഡ്സിൽ ഈ ബാങ്ക്സ് ഉണ്ടല്ലോ, ഗ്രാമീൺ ബാങ്ക് പോലെയുള്ള, പഞ്ചാബ് സിന്ധ് ബാങ്ക് പോലെയുള്ള ഇങ്ങനത്തെ ബാങ്ക്സിന് വേണ്ടി വേക്കൻസീസ് അവരെന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കാറുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് RRB പോസ്റ്റിൽ പറയുന്നത്. അങ്ങനെ എന്തുണ്ട്? ഒരു 40 ബാങ്കുകളൊക്കെ എന്ത് ചെയ്യും? വാക്കൻസീസ് ഒരുമിച്ച് ആരെ കൊടുക്കും? ഈ RRB റിക്രൂട്ട്മെന്റിന്റെ കൂടെ തന്നെ അവരെന്ത് ചെയ്യും? കൊടുക്കും. റീജിയണൽ ബാങ്ക് റിക്രൂട്ട്മെന്റിൽ കൊടുക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? 40 ബാങ്കുകളിൽ ഒഴിവുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും? ഈ ഒരു വാക്കൻസിയിൽ അവരെന്ത് ചെയ്യും? ലിസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് അനുസരിച്ച് എവിടെയാണോ നമുക്ക് കിട്ടുന്നത് അതനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് IBPS എന്താണെന്ന് നോക്കിയേ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. ഇതെന്താണ്? ഒരു കോമൺ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് കേട്ടോ. CRA ആണ് കോമൺ റിക്രൂട്ട്മെന്റ് ഏജൻസി. ഇതിനു വേണ്ടിയായിട്ട്, അതായത് റിക്രൂട്ട്മെന്റ് ബോർഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? എക്സാമിനേഷൻ നടത്തുന്നത്. നമ്മളിപ്പം ഇതിന്റെ എന്തെങ്കിലും ഈ IBPSനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ibps.gov.in അല്ലെങ്കിൽ ibps.nic.in ആണ് കേട്ടോ. ibps.nic.in എന്ന വെബ്സൈറ്റ് കാണുമ്പോൾ www. അല്ലെങ്കിൽ https കയറിയിട്ട് IBPS എന്ന് അടിച്ചാലും നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഈ ഒരു സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെ ജോലി ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്, അതിൻ്റെ ആ ഒരു റീഷെഡ്യൂളിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ IBPSകാരാണ് എന്ത് ചെയ്യുന്നത്? ഇറക്കുന്നത്. ഇപ്പം റെയിൽവേയുടെ നടത്തുന്ന RRB പോലെ ഇവരെന്താണ് ബാങ്കിങ് സെക്ടറിൽ മിക്ക ഈ പോസ്റ്റുകൾ വിളിക്കുന്നത് IBPSകാരാണ്. IBPS ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്നത് IBPSകാരാണ്. അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ കീഴിലാണ്. അപ്പോൾ അതാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്തിനാണ് വിളിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായല്ലോ. ഓഫീസർ പോസ്റ്റുകളിലേക്കാണ്, അതായത് ഓഫീസർ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഇനി എന്താ? ആപ്ലിക്കേഷൻ ഫോം വരാൻ പോകുന്നത്, അതായത് ഓൺലൈനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കേട്ടോ. ജൂൺ ജൂലൈ മാസങ്ങളിൽ. ഇതെന്തുകൊണ്ടാണ് ഇപ്പോഴേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബാങ്കിങ് എന്ന് പറയുന്നത് അത്ര എന്താണ് ഈസി ആയിട്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. എന്ന് വെച്ചാൽ അത്രയും നമ്മുടെ നല്ലപോലെ തന്നെ പഠിക്കുന്നവർക്ക് വേണ്ടിയായിട്ടുള്ളൊരു ഫീൽഡ് തന്നെയാണ്. അപ്പം പഠിക്കുന്നവർ ഇപ്പം നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലേക്ക് എത്താനുള്ള ഒരു ടൈം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയായിട്ടാണ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആരും നിങ്ങളെ പഠിത്തത്തിൻ്റെ ലെവലോ ഒന്നും വെച്ചിട്ടല്ല, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇപ്പോഴേ പറയുന്നത്. ആപ്ലിക്കേഷൻ ഫോം ജൂൺ ജൂലൈ ടൈമിലേ വരത്തുള്ളൂ. ഇലക്ഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ MTSന്റെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ എപ്പം ചോദിച്ചു എപ്പോഴായിരിക്കും വരുന്നതെന്ന്. മെയ്യിലാണ് വരാമെന്ന്, May 7 പറഞ്ഞിരുന്നത്. പക്ഷെ എന്താ ഈ ഇലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് കുറച്ചൊക്കെ എന്ത് ചെയ്യാം? ഈ ഒരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. എന്തായാലും അപ്കമിങ് മന്ത്സിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? വരാൻ ചാൻസ് ഉണ്ട്, ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് എന്താണ്? ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത്? ഗ്രാജുവേഷൻ ആണ് കേട്ടോ. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ ഗ്രാജുവേഷൻ ആണ്. അത്യാവശ്യം നല്ലപോലെ പഠിച്ചിട്ടുള്ള കുറച്ചൊക്കെ ഇൻഫർമേഷൻ ഉള്ള ആൾക്കാർക്ക് തന്നെയായിരിക്കും ഈ ഒരു അവസരങ്ങൾ കൊടുക്കുന്നത്. ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. അപ്പം ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ, ഏത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുക. അതായത് ഡിഗ്രി നിങ്ങൾ പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രി പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്പെഷ്യലൈസ്ഡ് ഓഫീസർ പോസ്റ്റിലാണെങ്കിൽ ലോ ഓഫീസറെയാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് LLB ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അഗ്രികൾച്ചർ ഓഫീസർ ആണെങ്കിൽ അവർക്ക് എന്ത് വേണം? അവർ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സയൻസ് ഫീൽഡ് എടുത്ത് പഠിച്ചവരായിരിക്കണം. ഇനി അടുത്ത കമ്പ്യൂട്ടർ സെക്ടർ ആണെങ്കിൽ അവർക്ക് എന്ത് വേണം? MBA പോലുള്ള, MBA അല്ല BBA പോലുള്ള സംഭവങ്ങൾ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുപോലെ ഓരോ സെക്ടർ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്?
ചില പോസ്റ്റുകൾ മാനേജറൽ ട്രെയിനി എന്നൊക്കെ പറഞ്ഞ് MT പോസ്റ്റുകളുണ്ട്, അങ്ങനത്തെയൊക്കെ കുറച്ച് പോസ്റ്റുകളുണ്ട്. PO പോസ്റ്റിൽ തന്നെ കുറച്ച് പോസ്റ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത് ഏത് ഡിഗ്രി ഇക്വലൻസി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നോർമൽ ഡിഗ്രി ഉള്ളവർക്കും ചില പോസ്റ്റും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഡിഗ്രി എടുത്തിട്ടവരുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 1-2 പോസ്റ്റിലേക്കെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എന്നെ വിശ്വസിക്കുക. ഇനി അടുത്ത് എന്താ, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഓഫീസർ സ്കെയിൽ. ഞാൻ പറഞ്ഞില്ലേ, സ്കെയിൽ അനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു വാക്കൻസീസ് ഡീറ്റെയിൽസ് ചെയ്യുന്നത്. അപ്പോൾ ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ, സ്കെയിൽ 1 പോസ്റ്റിലേക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ, പ്രിലിംസ് ക്വാളിഫൈ ആവണം, മെയിൻസ് ക്വാളിഫൈ ആവണം, ഇന്റർവ്യൂ ക്വാളിഫൈ ആവണം. സ്കെയിൽ 1 അത്രയും നല്ല പോസ്റ്റിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ആദ്യം നിങ്ങൾ പ്രിലിംസ്, ആദ്യം ഒരു എക്സാമിനേഷൻ പാസ്സാവണം, പിന്നെ മെയിൻസ് പാസ്സാവണം, പിന്നെ 3ാമത് ഇന്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ജോബ് കിട്ടത്തുള്ളൂ. ഇനി അതേസമയം ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണെങ്കിൽ എന്തുണ്ട്, പ്രിലിംസും മെയിൻസും മാത്രം മതി. ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക്, മാനേജറൽ പോസ്റ്റിലേക്കാണെങ്കിൽ പ്രിലിംസും മെയിൻസും മാത്രം മതി. ഇനി ഓഫീസർ സ്കെയിൽ പ്രോസസ്സാണ്, സ്കെയിലിലേക്കാണെങ്കിൽ അത് 2ഉം 3ഉം എന്നുള്ള കാറ്റഗറി തിരിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ഒറ്റ എക്സാമിനേഷനേ കാണത്തുള്ളൂ. ഒറ്റ എക്സാമിനേഷൻ, പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഡയറക്റ്റ് സെലക്ഷനാണ്. ബാങ്കിങ് സെക്ടർ ഞാൻ പറഞ്ഞല്ലോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവർ ഇത്രയും പ്രൊസീജിയേഴ്സ് വച്ചിരിക്കുന്നത്. ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്തായാലും അതെന്താ പറ്റും, കണ്ടിന്യൂസ് വർക്കിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അതൊന്നും ഓർത്ത് ടെൻഷനൊന്നും അടിക്കരുത്. അപ്പോൾ സിംഗിൾ എക്സാമും ഇൻ്റർവ്യൂ ആണ് ഏത് വരുന്നത്, ഓഫീസർ സ്കെയിൽ 2 and 3 വരുന്നത്. അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഇനി എന്താ, ബാങ്ക് PO പ്രൊബേഷണറി ഓഫീസർ എന്ന് പറഞ്ഞല്ലോ. ഈ ബാങ്ക് പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ, ഒരു പ്രൊബേഷണൽ പീരീഡ് തരും. നിങ്ങൾ ഇതിലും ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു പ്രൊബേഷണറി പീരീഡ് തരും. ഒരു 1.5 ഇയേഴ്സോ അല്ലെങ്കിൽ 1 ഇയറോ അതിലൊക്കെ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു അവർ പറയുന്ന ഒരു ട്രെയിനി ആയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. പ്രൊബേഷണർ ഓഫീസറിൻ്റെ കാര്യമാണ് പറയുന്നത്. PO എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊബേഷണറി ഓഫീസർ. ബാങ്കിൽ തന്നെയുള്ള പ്രൊബേഷണറി ഓഫീസർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ജോലി കിട്ടുന്നത്. അത്രയും നല്ല പോസ്റ്റാണ്. അപ്പോൾ അതിലെന്താണ്, എൻട്രി ലെവൽ മാനേജറിയൽ പൊസിഷനാണ്. ആദ്യത്തെ തന്നെ പ്രൈമറി ആയിട്ടുള്ള ഒരു മാനേജറിയൽ പൊസിഷനാണ് ആർക്ക്, POക്ക് കിട്ടുന്നത്. അതെന്താണ്, ബാങ്കിങ് ഓർഗനൈസേഷനിലാണ് കിട്ടുന്നത്. പിന്നെ എന്താണ്, പ്രൊബേഷണറി പീരീഡ് അറ്റൻഡ് ചെയ്യണം. അതാണ് മെയിൻ കാര്യം. 1.5 ഇയേഴ്സോ 2 ഇയേഴ്സോ അടുപ്പിച്ചിട്ടുള്ള ഒരു പ്രൊബേഷണറി പീരീഡ് തന്നിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്താണ്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വളരെ ഹാർഡായിട്ടുള്ള ഒരു ട്രെയിനിങ് സെക്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. ട്രെയിനിങ് കിട്ടിയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ബാങ്കിങ് ഓപ്പറേഷൻസ് വേണം, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം, ക്ലയൻസുമായിട്ട് സംസാരിക്കണം, ക്ലയൻസിൻ്റെ കംപ്ലയിൻസ് കേൾക്കണം, ലോൺ പ്രോസസ്സിങ് ചെയ്യണം, അതുപോലെ കസ്റ്റമർ സർവീസ് ചെയ്യണം, എല്ലാ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ആ ടൈം കൊണ്ട് നിങ്ങൾ മൊത്തം ബാങ്ക് എന്താണെന്ന് മൊത്തത്തിൽ പഠിച്ച് ഇറങ്ങാൻ പറ്റും. ആദ്യമായിട്ട് ട്രെയിനി ആയിട്ട് പോകുന്ന എല്ലാവരുടെ അവസ്ഥ അറിയാമല്ലോ, അത് തന്നെയായിരിക്കും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. പക്ഷെ എന്താണ്, വളരെ നല്ല ഒരു പോസ്റ്റാണ്. അപ്പോൾ അതെന്താണെന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. PO എന്ന് പറഞ്ഞാൽ എല്ലാ പോസ്റ്റും, ഒരു മാനേജീരിയൽ പോസ്റ്റിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും ആൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി എന്താ, ഇനി അടുത്ത് ടെൻറ്റേറ്റീവ് കലണ്ടർ. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞുല്ലോ, ഇതെന്താണ്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. സോറി, ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്, ടെൻറ്റേറ്റീവ് കലണ്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓൺലൈൻ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, CRP, അതായത് IBPS ഇവരുടെ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വിളിക്കുന്നത് എപ്പോഴാണ്, RRB PSBയിലേക്കാണ് ഇപ്പോൾ വാക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. RRBയും PSB. RRB എന്ന് പറഞ്ഞാൽ റീജിയണൽ റൂറൽ ബാങ്ക്, നമ്മൾ പറഞ്ഞല്ലോ റീജിയണൽ ആയിട്ടുള്ള റൂറൽ ബാങ്ക്സിലായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്ന ഇപ്പം വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പിന്നെ എന്താ, PSB എന്താ, പഞ്ചാബ് സിന്ധ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിലേക്കുമാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, റിക്രൂട്ട്മെന്റ് ഇനി വിളിക്കാൻ പോകുന്നത്. അവരുടെ ടെൻറ്റേറ്റീവ് കലണ്ടറിൽ പറഞ്ഞതാ 2024-25 ടൈമിൽ ഉള്ള കലണ്ടറാണ് അവർ പറയുന്നത്. ഇത് എപ്പോഴും റിലീസ് ചെയ്തതെന്ന് അറിയാവോ, ജനുവരിയിൽ റിലീസ് ചെയ്തതാ. നിങ്ങൾ അറിയുന്നത് ഇപ്പോഴാണോ, ആയിരിക്കുമല്ലേ. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞാണോ അറിയുന്നത് എനിക്കറിയത്തില്ല, നിങ്ങൾ അറിഞ്ഞൊന്നും അറിയത്തില്ല. ഇത് പക്ഷേ വന്നത് എപ്പോഴാണ്, ശരിക്കും പറഞ്ഞാൽ ജനുവരി ടൈമിൽ വന്നതാണ്. അപ്പോൾ അപ്പോഴും തൊട്ടേ പഠിക്കുന്ന എത്രയോ സ്റ്റുഡൻസ് കാണും.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കോമ്പറ്റീഷൻ എത്രയാണെന്ന് മനസ്സിലാക്കുക. അവർ ഇത്രയും മുന്നേ ഇറക്കിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ ഒരു ടൈമിനുള്ളിൽ എന്ത് ചെയ്യുക, പഠിച്ച് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്ത് വരാൻ വേണ്ടിയാണ് അവർ ജനുവരിയിൽ ആ കലണ്ടർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോഴെങ്കിലും എത്തിച്ച് തരണമെന്ന് നമ്മൾ എന്താണ് അതിയായിട്ട് എന്താണ് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ വീഡിയോ. അപ്പോൾ 2024-25 ടൈമിലെ കലണ്ടർ അനുസരിച്ച് എന്താണ് RRB CRP കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് പറയുന്നത്. അതെന്താണ് ഓഫീസ് അസിസ്റ്റന്റും പിന്നെ അതുപോലെ തന്നെ ഓഫീസർ റാങ്കിലുമുള്ള പോസ്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിൻ്റെ എക്സാമിനേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാവോ? ശരിക്കും പറഞ്ഞാൽ ജൂൺ ജൂലൈ സമയങ്ങളിൽ വരുമെന്ന് പറഞ്ഞു. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരും, പക്ഷേ എക്സാമിനേഷൻ ഡേറ്റ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട് എപ്പോഴാണെന്ന്. നമ്മുടെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ടൈം കൊണ്ട് തന്നെ പ്രിലിംസും മെയിൻസും കഴിയുന്ന രീതിയിലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ സെറ്റ് ചെയ്തത്. അവരുടെ കലണ്ടറിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു രീതിയിൽ മെയിൻസും പ്രിലിംസും കഴിയാൻ വേണ്ടി. അപ്പോൾ അതിലെന്താ ഓഫീസ് അസിസ്റ്റന്റ് ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റ് ഉണ്ടല്ലോ, ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റ്, അതായത് 3 പരീക്ഷയുള്ളത്. ആ സംഭവം എപ്പോഴാണ് നടത്തുന്നത് നോക്കിയേ, 8ാം മാസം, അതായത് ഓഗസ്റ്റ് മാസം 3, 4, 10, 17, 18, അതായത് ഓഗസ്റ്റ് മാസത്തിലാണ് അവരെന്ത് ചെയ്യാൻ പോകുന്നത്, നടത്താൻ പോകുന്നത്. ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റെ കാര്യം നടത്താൻ പോകുന്നത്. ഇനി സിംഗിൾ എക്സാമിനേഷൻ ആയിട്ടുള്ള ഓഫീസർ സ്കെയിൽ 2 and 3 എപ്പോഴാണ് നടക്കുന്നത്? സിംഗിൾ എക്സാമിനേഷൻ, ഒറ്റ എക്സാമിനേഷനേ ഉള്ളൂ, ഇനി ഇന്റർവ്യൂ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ നടക്കുന്നത് 9ാം മാസം, അതായത് 29, ഏകദേശം ഒക്ടോബർ അടുപ്പിച്ച് നമ്മുടെ സെപ്റ്റംബറിന്റെ ലാസ്റ്റോടെയാണ് നമുക്ക് എന്ത് നടത്തുന്നത്, ഓഫീസർ സ്കെയിൽ പോസ്റ്റ് നടക്കുന്നത്. ഇനി മെയിൻ എക്സാമിനേഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഇതെന്താ പ്രിലിമിനറി സ്റ്റേജിന്റെ കാര്യമാണ് പറഞ്ഞത്. പ്രിലിംസ് എപ്പോഴും ഓഗസ്റ്റ് സെപ്റ്റംബറിനുള്ളിൽ തന്നെ അവർ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സർക്കാരാണല്ലോ, മാറാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓഫീസർ സ്കെയിലിൻ്റെതും ഓഫീസർ അസിസ്റ്റൻറ്റിൻ്റെ എപ്പോഴാണ് വരുന്നത്, ഒരു ഒക്ടോബർ ടൈം ആകുമ്പോൾ കേട്ടോ. ഒക്ടോബറിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റോടെ അവരെന്ത് ചെയ്യും, എക്സാമിനേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാങ്കിങ് ഒക്കെ പഠിക്കുന്നവർ, അതായത് ബാങ്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് RRBയുടെ റിക്രൂട്ട്മെന്റ് ആണ്, അതായത് റീജിയണൽ റൂറൽ ബാങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ എന്തുകൊണ്ട് പഞ്ചാബ് സിന്ധ് ബാങ്കിലേക്കും PSBയിലേക്കും ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. PSBയിലേക്കും വിളിച്ചിട്ടുണ്ട്, ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും അതിനുമുണ്ട്. എന്തൊക്കെ പോസ്റ്റിലേക്ക്? ക്ലറിക്കൽ പോസ്റ്റ്, പ്രൊബേഷണറി PO പോസ്റ്റ്, SO പോസ്റ്റ്, സ്പെഷ്യൽ ഓഫീസർ SO, PO, ക്ലർക്ക്, ഇത്രയും പോസ്റ്റിലേക്കാണ് ആരെയും വിളിച്ചിട്ടുള്ളത്, പഞ്ചാബ് സിന്ധ് ബാങ്കുകാരും ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കേട്ടോ, വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്ന നോക്കിയേ, ഏകദേശം ഈ എൻഡ് ഓഫ് ഈ ഇയർ ആണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ഓഫീസേഴ്സിനാണെങ്കിൽ എപ്പോൾ നടക്കും, നവംബർ ഡിസംബർ ടൈമിലാണ് നടക്കാൻ പോകുന്നത്. ഇതും എന്താണ് ഏകദേശം ഒക്ടോബർ നവംബർ. ഇത് മാത്രം പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് ഇതാ ഇവിടെ വന്നിട്ട് ക്ലറിക്കലിന് മാത്രം ഓഗസ്റ്റ് ടൈം. എന്തായാലും നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നിങ്ങളിപ്പോൾ SSC RRB പഠിക്കുന്നവരാണെങ്കിൽ പോലും ബാങ്കിൻ്റെ പോസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് നോക്കുക, എഴുതി നോക്കുക, എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, എഴുതി നോക്കുക. നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, അതിനും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവുക. ഏകദേശം സിലബസ് കവർ ചെയ്യുന്നു, കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടാണ് ബാങ്കിങ്ങിലെ ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എന്താണ് മനസ്സ് കാണിച്ചു തുടങ്ങുക. നിങ്ങൾ അതൊരു നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇനി അടുത്ത് പോസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ എന്ത് നിൽക്കുന്ന വാക്കൻസീസ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം 9,000 പുറത്ത് വാക്കൻസീസ് ഉണ്ടായിരുന്നു, ഉറപ്പായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ്, നമ്മൾ പറഞ്ഞ പോസ്റ്റ് തന്നെ ഓഫീസ് അസിസ്റ്റന്റിൻ്റെ ഓഫീസർ സ്കെയിൽ 1 ഉണ്ട്. ലോ ഓഫീസർ ഞാൻ പറഞ്ഞില്ലേ, ഗ്രേഡ് 2 പോസ്റ്റാണ് ലോ ഓഫീസർ എന്ന് പറയുന്നത്. നമ്മുടെ LLB നമുക്ക് എന്തായിരിക്കണം, ഉണ്ടായിരിക്കണം. ഓഫീസർ പോസ്റ്റ് അല്ലാത്ത പോസ്റ്റിനൊക്കെ എന്താണ്, നോർമൽ ഡിഗ്രി മതി കേട്ടോ. സാധാ കാണിക്കുന്ന ഓഫീസർ സ്കെയിൽ പോസ്റ്റിന് നോർമൽ ഡിഗ്രി, നമ്മുടെ നോർമൽ ഗ്രാജുവേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നാൽ മതി. ഇനി അടുത്ത് മാർക്കറ്റിംഗ് മാനേജറിൻ്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ബാങ്കിങ് ഓഫീസർ സ്കെയിലിനെ വിളിക്കുന്നുണ്ട്, ലോ ഓഫീസേഴ്സിനെ വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് IT ഓഫീസർ, നമ്മുടെ ബാച്ച് എന്താ BBA ഒക്കെ കഴിഞ്ഞവർക്ക്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞവർക്കും IT നമ്മുടെ എന്താ പഠിക്കുക, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും.
പിന്നെ എന്താ ട്രഷറി മാനേജറായിട്ട് എവിടെ വിളിക്കുന്നുണ്ട്? അഗ്രികൾച്ചറൽ ഓഫീസർ. അഗ്രികൾച്ചർ ഇപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. പിന്നെ എന്താ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അത് CA പാസ്സായവർക്കൊക്കെ എന്ത് ചെയ്യാം? അത് സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്നത്, ഒരു സ്പെഷ്യൽ പോസ്റ്റ് ആയിട്ട് വിളിക്കുന്നതാ. അത് കിട്ടിയവർക്ക് വേണ്ടിയായിട്ടുള്ള പോസ്റ്റ്. നോർമൽ പോസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ഡിഗ്രി ഇക്വലൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കൊമേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തവർക്ക് അറിയാമല്ലോ, നമ്മുടെ എന്താ കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് എന്ത് ചെയ്യാം? ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു ടൈമിൽ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. എന്തായാലും ഇതെന്ത് ചെയ്യുക? നിങ്ങൾ അറിഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെയാണ് കാര്യം. ഇതിൽ നിന്ന് മാറാൻ എന്താ ഇനി വാക്കൻസീൻ്റെ കാര്യം, അതുപോലെ തന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നെങ്കിൽ മാത്രമേ അതും കൂടെ നമുക്ക് ആഡപ്പ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യണം? കണ്ടൻ്റായിട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്ത എന്താ? പോസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി വരുന്നത് ഏജ് ഗ്രൂപ്പാണ് കേട്ടോ. ഈ ഓരോ പോസ്റ്റിനും ഏജ് ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? ഓരോ സീനിയർ പ്രൊമോഷൻസ് കിട്ടുന്ന ടൈപ്പിലുള്ള പേ സ്കെയില് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് എന്താണ്? ഓഫീസ് അസിസ്റ്റൻ്റ് എന്താണ്? മൾട്ടിപർപ്പസ് ജോബാണ്. ക്ലയൻസിനെ ഡീൽ ചെയ്യുക, ലോൺ ശരിയാക്കി കൊടുക്കുക, അവിടുത്തെ ഫയൽ വർക്ക്സ് ചെയ്യുക, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ചെയ്യുക, അങ്ങനത്തെ കുറേ വർക്ക്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ വർക്ക്സാണ് ആര് ചെയ്യുന്നത്? ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് മൾട്ടിപർപ്പസിന് വേണ്ടി വിളിക്കുന്നത്. അത് എത്ര വരെ അപ്ലൈ ചെയ്യാടാ? 18 വയസ്സ് തൊട്ട് ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. എന്തായാലും നിങ്ങൾ ഈ ഒരു പീരീഡ് നോക്കി വയ്ക്കുക. 18 ഇയേഴ്സ് ടു 28 ഇയേഴ്സ് വരെയൊക്കെ അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിനാണെങ്കിൽ 18 to 30 പറയുന്നുണ്ട്. ഓഫീസർ സ്കെയിൽ മാനേജർ പോസ്റ്റിനൊക്കെ ആണെങ്കിൽ 21 to 32 ഇയേഴ്സ് വരെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താ? ഈ ഓഫീസ് അസിസ്റ്റന്റിൽ തന്നെ നമ്മുടെ ട്രെയിനീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് മാനേജറൽ ട്രെയിനീസ് ആയിട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഉള്ളതാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പൊക്കെ പറയുന്നത്. 21 ഇയേഴ്സ് ടു 40 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ സീനിയർ മാനേജർ പോസ്റ്റ് ആയിട്ടാണ് 40 ഇയേഴ്സ് വരെ. അവർ വേറൊരു സെക്ടറിൽ വർക്ക് ചെയ്തിട്ടായാലും ഡിപ്പാർട്ട്മെന്റ് വഴിയൊക്കെ കയറുന്നവർ കാണുമല്ലോ, ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷനൊക്കെ ചെയ്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഏജ് പറയുന്നത്. അപ്പോൾ ഇത്ര ഏജ് ആണ് ഇപ്പോൾ പറയുന്നത്. ഈ പറയുന്നതിൽ തന്നെ നമുക്ക് എല്ലാ എക്സാമിനും ഉള്ളതുപോലെ തന്നെ SC STക്ക് എത്രയാണ് റിലാക്സേഷൻ? 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും ഏജിന്. അതുപോലെ OBCക്ക് URന് ഇല്ല, OBCക്ക് ആണെങ്കിൽ 3 ഇയേഴ്സ് കേട്ടോ. ഇതെപ്പോഴും കാണുന്നതാ. SC STക്ക് ആണെങ്കിൽ 5 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ കാണും. അതേസമയം നമ്മുടെ OBCക്ക് ആണെങ്കിൽ 3 ഇയേഴ്സിൻ്റെ. URന് പ്രത്യേകിച്ച് റിലാക്സേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതാണ് വരുന്നത്. പിന്നെ എന്താണ്? എല്ലാ എന്തെടുത്താലും ഇപ്പോൾ ബാങ്കിങ് സെക്ടറിൽ എന്തായിരിക്കണം? നിങ്ങൾക്ക് ഒരു അഡീഷണൽ കമ്പ്യൂട്ടർ സ്കിൽസ്, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളെ ചെക്ക് ചെയ്യും. നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യണം? അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി അറിഞ്ഞിരിക്കണം. ഒരു കുറച്ച് കാര്യങ്ങളെങ്കിലും കമ്പ്യൂട്ടറിനെ കുറിച്ച് ഹാൻഡിൽ ചെയ്യാനെങ്കിലും നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞാൽ. അപ്പോൾ കമ്പ്യൂട്ടർ സ്കില്ല് ഒരു പോയിന്റ് ആയിട്ട്, ഒരു അഡീഷണൽ ഫാക്ടർ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് പറയുന്നുണ്ട്. പിന്നെ ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒന്ന്, നിങ്ങൾ നല്ലപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് ഉണ്ടല്ലോ അതിൽ നല്ലപോലെ പക്ക സെറ്റ് ആയിരിക്കണം. അതായത് ഇപ്പം നമുക്ക് അറിയത്തില്ല എവിടെയാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടണമെന്ന്. കാരണം ഈ ബാങ്ക് വിളിക്കുന്നതനുസരിച്ചായിരിക്കും. നമുക്ക് ചിലപ്പോൾ എന്താ ചെന്നൈയിലാണ് പോസ്റ്റിംഗ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ചെന്നൈയിലോ അല്ലെങ്കിൽ തമിഴ്നാട് റീജിയനിലാണ് എന്തെങ്കിലും ആണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, കാരണം നിങ്ങൾ വാക്കൻസി വച്ചതിൽ നിങ്ങളുടെ മാർക്കും അനുസരിച്ച് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? അവിടെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിലാണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? ജസ്റ്റ് തമിഴ് അറിഞ്ഞിരിക്കണം. കാരണം അവർക്ക് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് എന്താണ്? തമിഴാണ്. അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതായത് ലാംഗ്വേജ് അവിടെ എവിടെയാണോ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ബേസ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പ്രോപ്പർലി ഇംഗ്ലീഷ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് റീജിയണൽ ലാംഗ്വേജ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കേരളയിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല, മലയാളത്തിൽ സംസാരിച്ചാൽ മതി. പക്ഷേ പുറത്തോട്ടൊക്കെ എവിടെയെങ്കിലും ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒന്നീ ഹിന്ദി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ തമിഴ് അറിഞ്ഞിരിക്കണം. ആ ഒരു ലാംഗ്വേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത്. ലാംഗ്വേജും കമ്പ്യൂട്ടർ സ്കിൽസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത് പറയാനുള്ളത് നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ ആണ്. എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ എന്നുള്ള കാര്യം. ഇപ്പം നമുക്ക് SSC ആയാലും RRB ആയാലും നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെയായിരിക്കും ആ ഒരു കറക്റ്റ് 4 സബ്ജക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ അറിയാം. അപ്പോൾ ബാങ്കിങ്ങിൽ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ എക്സാമിൽ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ സെക്ഷനിൽ, അതായത് ആദ്യം പ്രിലിംസ് എഴുതുമ്പോൾ ആദ്യത്തെ എക്സാമിനേഷൻ എഴുതുന്ന ടൈമിൽ എന്ത് മാത്രമേ ഉള്ളൂ?
നമുക്ക് റീസണിങ്ങും മാത്സും മാത്രമേ ഉള്ളൂ. അത് മാത്രം ആദ്യം ക്വാളിഫൈ ആവണം, റീസണിങ്ങും മാത്സും. അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ ഈസി ആയിട്ട് ഇത് ചെയ്തുകൂടെ. അപ്പോൾ എന്താ വരുന്നത്, 40 ക്വസ്റ്റ്യൻസും 80 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വരുന്നത്. 80 ക്വസ്റ്റ്യൻസ്. 80 ക്വസ്റ്റ്യൻസ് എത്ര മിനിറ്റ് കൊണ്ട് ചെയ്യണം? അവിടെ അതാണ് ഇച്ചിരി ഒരു ടാസ്ക് ആയിട്ട് തോന്നേണ്ടത്. 45 മിനിറ്റ് കൊണ്ട് 80 ക്വസ്റ്റ്യൻ ചെയ്യണം. അത് ഇച്ചിരി എന്താ അത്രയും സ്പീഡ് അപ്പ് ആക്കണം, നിങ്ങളുടെ വർക്കിംഗ് അത്രയും സ്പീഡ് അപ്പ് ആക്കണം. ഇച്ചിരി ചെറിയ കാര്യമല്ല. 80 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റ് കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ നമ്മളിപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, 45 മിനിറ്റ് കൊണ്ട്. ഇതാണ് പ്രിലിമിനറി സെക്ഷൻ. റീസണിങ്ങും മാത്സും മാത്രമേ ഉള്ളൂ. 40 ക്വസ്റ്റ്യൻ വെച്ചിട്ട് എത്ര 80 ക്വസ്റ്റ്യൻ ആണ് ടോട്ടലി ഉള്ളത്. അത് 45 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇത് പാസ്സായവർക്ക് നേരെ എവിടെ വരാം, മെയിൻസ് പാസ്സാവാം. മെയിൻസ് എങ്ങനെ പാസ്സാവണം? 5 സബ്ജക്റ്റാണ് വരുന്നത്. 5 സബ്ജക്റ്റ് ഏതൊക്കെ? റീസണിങ്, അത് എത്ര ക്വസ്റ്റ്യൻ? 40 ക്വസ്റ്റ്യൻ. മാത്സ് എത്ര ക്വസ്റ്റ്യൻ? 40 ക്വസ്റ്റ്യൻ. GK എത്ര ക്വസ്റ്റ്യൻ? 40 ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് അത് എത്ര ക്വസ്റ്റ്യൻ? 40. അതുപോലെ എന്തുകൊണ്ട് കമ്പ്യൂട്ടർ, ഞാൻ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറിൻ്റെ സ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ് ബാങ്കിങ് സെക്ടറിലല്ലേ വർക്ക് ചെയ്യുന്നത്. എല്ലാം ഇപ്പോൾ എന്താണ്, എല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ നോളജ് നല്ലപോലെ ഉണ്ടായിരിക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ 40 മാർക്സ്, ഇംഗ്ലീഷ് 40 മാർക്സ്, GK 40 മാർക്സ്, ഇംഗ്ലീഷ് റീസണിങ് 40 മാർക്സ്. ഈ ഒരു പാറ്റേണിലായിരിക്കും പോകുന്നത്. എക്സാം കുറച്ച് ലെവലപ്പാണ്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ 2 hours എക്സാമിനേഷനാണ്. 2 മണിക്കൂറാണ്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 200 ക്വസ്റ്റ്യൻസ്. 200 ക്വസ്റ്റ്യൻ എത്ര മണിക്കൂറാണ്? 2 മണിക്കൂർ. 2 മണിക്കൂർ കൊണ്ട് 200 ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കണം. ഇത്രയും അവിടെ ഒരു ടാസ്ക്കാണ്, ടൈം ടാസ്ക്കാണ്. ഇത്രയും പഠിച്ചു വരിക എന്നുള്ളൊരു ടാസ്ക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇത്ര പെട്ടെന്ന് തന്നെ നിങ്ങളടുത്ത് വന്ന് പറഞ്ഞത് പഠിച്ചു തുടങ്ങിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് IBPS റിലേറ്റഡ് ആയിട്ടുള്ള RRB, അതായത് ക്ലറിക്കൽ പോസ്റ്റുകൾ പോലെയുള്ള എല്ലാ പോസ്റ്റും നമ്മുടെ ബാങ്കിൻ്റെ സെക്ടറിൽ വരുന്ന എല്ലാ പോസ്റ്റുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ് ഇത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് വാക്കൻസി ആയിട്ടുള്ള പോസ്റ്റുകൾ വരാൻ പോകുന്നുണ്ട്, ജോബ് വാക്കൻസീസ്. അതൊക്കെ നമ്മൾ വരും വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ എന്ത് പഠിച്ചാലും എന്ത് പഠിക്കുന്നതിനും നിങ്ങൾക്ക് അത് യൂസ് ആവണം. നിങ്ങളത് പ്രോപ്പർലി തന്നെ ഗൈഡൻസോടെ തന്നെ നല്ലപോലെ തന്നെ പഠിച്ച് കയറണമെന്ന് മാത്രമേ നമ്മളും എന്ത് ചെയ്യുന്നുള്ളൂ, ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.